എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ചാലക്കുടിയിൽ നമ്മുടെ ഒരു സുഹൃത്താണ്. ഈ കയ്യിലിരിക്കുന്ന സംഭവം എന്താണെന്നറിയാമോ? അതാണ് പറയാൻ പോണത്. KFC എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങൂര് KFCയുടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ചിക്കൻ ലെഗ് പീസ് പാഴ്സൽ മേടിച്ചതാണ്. 10 വാങ്ങിച്ച് ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് സാധനം തുറന്നു നോക്കിയപ്പോഴല്ലേ ഭയങ്കര സ്മെല്ല്. എനിക്ക് ഈ സാധനം എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല്. ഈ സാധനം എന്നത്തെയാണ് എന്താ സംഭവം എന്ന് അറിയില്ല, നല്ല സ്മെല്ല്. ഇത് കഴിഞ്ഞ് അവർ കൃത്യമായിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞു, KFCനെ വിളിച്ച് പറഞ്ഞു സംഭവം ഇതും കൊണ്ടിട്ട് ഇപ്പം മുരിങ്ങൂർ ഷോപ്പിലേക്ക് വന്നേക്കാണ്. ഇനി എന്താ ഉണ്ടാകുമ്പോഴെന്ന് നമുക്കറിയാം. സംഗതി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിലേക്ക് പോകാൻ തന്നെ താല്പര്യം. കാരണം ഇത് ഇനിയൊരാൾക്കും ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഇനി ഇത് ഭക്ഷണം നല്ലതാണെന്ന് കണ്ട് ഇവിടെ ഒന്ന് മേടിക്കുന്നവർക്ക് ഈ അധോഗതി ഉണ്ടാവാൻ പാടില്ല. ചേട്ടാ എന്താ സംഭവം? സൊമാറ്റോയിലാണ് ഓർഡർ ചെയ്തത് KFCന്ന്. അപ്പൊ ആ സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത ഓഫർ ഉണ്ടായിരുന്നു, നമ്മൾ ഓർഡർ ചെയ്തു. ഈ സാധനം അവിടെ വന്ന് 10 പീസിന്റെ ആയിരുന്നു. 10 പീസ് ലെഗ് പീസ് നോക്കിയിട്ട് ഓർഡർ ചെയ്തു. ഈ സാധനം അവിടെ വന്ന് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോ അതായത് എല്ലാവരും ഞങ്ങൾ 4 പേര് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ചെറിയ സ്മെല്ലിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ വിചാരിച്ചു നമുക്ക് തോന്നിയതായിരിക്കും വിചാരിച്ചു. അടുത്ത പീസ് എടുത്തു. എല്ലാത്തിനും തന്നെ ഫുള്ളായിട്ട് പഴയ ഒരു, അതായത് പഴയ ചിക്കനാണ് ഇവര് അവിടെ കുക്ക് ചെയ്യുന്നത്. എത്ര രൂപയായി ഇതിന്? 1200 രൂപ അടുത്തായി 10 പീസിന്. മൊത്തം 10 പീസും നമ്മൾ പിന്നെ വേറെ 1-2 ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം 1000 ചില്ലറയുണ്ട്. 1200 താഴെ വന്നിട്ടുണ്ട്. വളരെ, അതായത് നമ്മൾ KFC ഓർഡർ ചെയ്യാനുള്ള കാരണം ചാലക്കുടിയിൽ വേറെ കടയില്ലാത്തതുകൊണ്ടല്ല, അത്രയും ഇന്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത്. നമ്മൾ അവർ വിശ്വസിച്ചാണല്ലോ ഓർഡർ ചെയ്യുന്നത്, ആ ബ്രാൻഡിനെ വിശ്വസിച്ചിട്ട്. അപ്പോൾ അവരിങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കതൊരു, ഇപ്പം നമുക്കെന്നല്ല വേറെ ആൾക്കാർ വന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ ഒന്ന് കഴിച്ചു പോകുന്ന സ്ഥലമാണത്. അപ്പോൾ അവരത് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് ആ ബ്രാൻഡിനെ വിശ്വസിച്ച് വന്ന് കയറുന്നതാണ്. അത് ഭയങ്കര മോശമല്ലേ? അവർ പഴയ സാധനം കൊടുക്കുന്നത്, അവർ ബ്രാൻഡിനെ ഇല്ലാണ്ടാക്കണത്. ചിലപ്പോൾ മുകളിലുള്ള ഉണ്ടാവില്ല, പക്ഷെ എന്നാലും മോശമാണ്. ഇവിടെ എടുത്തുള്ള ഫ്രാഞ്ചൈസി എടുത്തുള്ള ആൾക്കാർ ശരി, അവിടുത്തെ മാനേജറായാലും ശരി, അത് ഭയങ്കര മോശമായ പരിപാടിയാണ് നമ്മൾ പറയുള്ളൂ. ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം, ഈ അടുത്ത് തന്നെ കൊടുങ്ങല്ലൂർ ഇവിടെ തൃപ്രയാർ അടുത്ത് കുറച്ച് പേര് മറ്റേ മന്തി വാങ്ങിച്ച് കഴിച്ചിട്ട് കുറേ പേര് ആശുപത്രിയിലായി, 1-2 പേര് മരിച്ചു. അങ്ങനെ കേസുകളുണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ ഇവിടെ നടക്കണേ. അപ്പം അതിനെതിരെ നമ്മൾ എന്തായാലും പ്രതികരിക്കണം. ഓരോരുത്തരായിട്ടും നമ്മൾ ഇതിനെതിരെ എന്തായാലും പ്രതികരിക്കണം. കാരണം ഒരു ജീവൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് പറയാനുള്ളൂ. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 അഷ്ടമിച്ചിറ സ്വദേശി വൈശാഖ് ഓഫർ ഉള്ളതുകൊണ്ട് സൊമാറ്റോ വഴി KFCയിൽ നിന്ന് 10 ലെഗ് ചിക്കൻ പീസ് ഓർഡർ ചെയ്തു വാങ്ങിച്ചത്. എന്നാൽ ലഭിച്ച ചിക്കൻ പീസുകൾക്ക് ഗുണനിലവാരം തീരെ കുറവായിരുന്നു. എന്നു മാത്രമല്ല വല്ലാത്ത ദുർഗന്ധവുമുണ്ടായിരുന്നു. പിന്നീട് വൈശാഖ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് ആരോഗ്യ ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു. 1200 രൂപയോളം ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി വൈശാഖ് നൽകിയിരുന്നു. അവധി ദിവസമായതിനാൽ തൃശ്ശൂരിൽ നിന്നാണ് ഫുഡ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് എത്തിയത്. തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ചില ന്യൂനതകൾ സ്ഥാപനത്തിൽ കണ്ടെത്തി. ഇതിനെ തുടർന്ന് KFC ജീവനക്കാർക്ക് നോട്ടീസ് നൽകി ഫൈൻ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. തുടർന്ന് വൈശാഖ് സ്ഥാപന ഉടമകളോട് താൻ ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങൾ മോശമാണെന്നും താനടച്ച പണം തിരിച്ചു തരുവാനും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് KFC ജീവനക്കാർ പണം വൈശാഖിന് തിരിച്ചു നൽകി. ഈ സാധനങ്ങളാണ് കൊണ്ടുകൊടുക്കണം. കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. സ്മെല്ലല്ലേ? അത് മാന്യത, അത് ചേട്ടൻ്റെ മാന്യത. ആദ്യമേ അവർ ഫോൺ വിളിച്ച് നിങ്ങളോട് സംസാരിച്ചല്ലേ ഈ കേസ്? 1198 രൂപ. അത് നിങ്ങളുടെ ഇഷ്ടം, അതിന് ഞാൻ പറയില്ല. ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞു.
നല്ല കാര്യം ഇങ്ങനെയാണ് ചെയ്യണം കേട്ടോ. നല്ല ഇത്ര വലിയ റെപ്യൂട്ടഡ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും യോഗവും കൂടിയാണ്. യോഗം ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുള്ളൂ, അല്ലെങ്കിൽ വല്ല മഞ്ഞക്കാലോ അതല്ലെങ്കിൽ വല്ല ചീഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. എന്തായിരുന്നാലും ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ജാതി ആളുകളെ പറ്റിക്കരുത്. 10 ലെഗ് പീസിന് എത്ര കാശ് വരുമെന്നറിയോ? ഒരു 1000 രൂപയ്ക്ക് മേലെ കാശ് വന്നു. അപ്പോൾ ഇവരത് പരാതിപ്പെട്ടു, ഇത്രയും സമയം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു, ഇവരെ പരാതിപ്പെട്ടു, ഇപ്പോൾ പൈസ ഒക്കെ കിട്ടി. എന്തായാലും മാന്യമായിട്ടൊരു ഇടപെടലായിരുന്നു. ഇതാണ് നമ്മുടെ ഭക്ഷണശാലകൾ. ഭക്ഷണശാലകൾ കയറി എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. മിണ്ടാതിരുന്ന ഇത് ഇങ്ങനെ തന്നെ പോകും. ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന് ഇവിടെ വന്നതിൽ കുറച്ച് പേര് വേറെ പറഞ്ഞു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന്. അവർ മുന്നേ വാങ്ങിച്ചപ്പോൾ അവർക്ക് എന്തൊരു സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളപ്പം തന്നെ അത് കംപ്ലയിൻറ്റ് ചെയ്യണം. പിന്നെ ഒരു അവധി ദിവസത്തിൽ നമ്മൾ പറയുന്നത് ആരോഗ്യവകുപ്പിൻ്റെ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടി നമുക്ക് എല്ലായിടത്തും ഉണ്ടാക്കണം. കാരണം അവധി ദിവസമാണ്, 2 ദിവസം 3 ദിവസം അവധി വരാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് എടുത്ത് വെക്കി 2 ദിവസം കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യാനാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ അതിനും കൂടി ഒരു വഴി ഇത് വേണം. ഇങ്ങനെ അതായത് ഒരു വൻകിട ടീമാണ് ഒരു. അപ്പോൾ ഇതിനെതിരെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ചെറിയ കംപ്ലയിൻറ്റ് കൊടുക്കാം. അത് തള്ളിപ്പോകുമെന്നാണ്, എന്താവും നമുക്കൊരു അറിവില്ല. ബട്ട് നമ്മളെ സംബന്ധിച്ചോളം വേറെ ആർക്കും ഇപ്പോൾ ഒരു ആഴ്ച മുമ്പാണ് നമ്മുടെ ഇവിടെ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതേമാതിരി കുറച്ച് പേർക്ക് പ്രശ്നങ്ങൾ പറ്റിയത്. നമ്മൾ അതിൻ്റെ പേരിൽ മാത്രമാണ് മെയിനായിട്ട് ചെയ്യണ കാര്യം. അത് മാത്രമല്ല, തൊട്ടടുത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ ഇതുപോലെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി. ആരും മിണ്ടാൻ വന്നില്ല. അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ കുത്തിപ്പൊക്കി ഈ സാധനം കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഭക്ഷ്യവിഷബാധ ഉണ്ടായി കഴിഞ്ഞ് മിണ്ടാതിരിക്കുക എന്നുള്ള പരിപാടി മാറണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച വൈശാഖിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. നമസ്കാരം സാറേ. നമസ്കാരം. നമ്മുടെ ഈ മുരിങ്ങൂർ KFC സെൻറ്ററിൻ്റെ ഷോപ്പിൻ്റെ അകത്ത് നിന്ന് പരാതിയെ തുടർന്ന് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്? നമ്മൾ പരാതിയെ തുടർന്ന് ഇപ്പോൾ മുരിങ്ങൂരുള്ള പ്രവർത്തിക്കുന്ന KFC നമ്മൾ പരിശോധന നടത്തി. ഇപ്പോൾ അതിനകത്ത് കുറച്ച് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് നമുക്കൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർക്കൊരു പിഴ ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻറ്റ് കമ്മീഷൻ മുമ്പ് ഹാജരായി ഹിയറിംഗ് നടത്തിയിട്ട് അദ്ദേഹം ഒരു പിഴ തീരുമാനിക്കും, അത് അടയ്ക്കണം. പിന്നെ ന്യൂനതകൾ പരിഹരിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മളത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞാൽ ബണ്ണ്, പിന്നെ പ്രിപ്പറേഷൻ ഏരിയയിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് പൂർണ്ണമായിട്ട് മൂടിയിട്ടില്ല തുടങ്ങിയ ന്യൂനതകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് പരിഹരിച്ച ഉടനെ തന്നെ നിശ്ചിത ഫൈൻ അടച്ച് ചെയ്യാനാണ് പറഞ്ഞത്.